ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂർ സ്റ്റൈലിലുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ചിക്കൻ റോസ്റ്റിനായിട്ട് 1 കിലോ ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ സാൾട്ട്, ഹാഫ് ലെമൺ ജ്യൂസ്, ഇവയെല്ലാം നന്നായി മിക്സാക്കി എടുക്കുക. നെക്സ്റ്റ് ഈ ചിക്കൻ പീസസ് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായി 3 മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളി 10 അല്ലി, ഇഞ്ചി ഒരു മീഡിയം സൈസ്, ഇവയെല്ലാം ഇതുപോലെ ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യുക. പിന്നെ 3 ഗ്രീൻ ചില്ലി, ആവശ്യത്തിന് കറിവേപ്പില, ഒരു തക്കാളി, ഇതൊക്കെയാണ് വേണ്ടത്. നെക്സ്റ്റ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കോക്കനട്ട് ഓയിൽ 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റുക. പിന്നീട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക്, ഗ്രീൻ ചില്ലി ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ സാൾട്ടും കൂടി ചേർക്കുക. അതിനുശേഷം കറി ലീവ്സ് ചേർത്ത് കൊടുത്ത് പിന്നീട് ബ്രൗൺ കളർ വരുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാളക്കൂട്ട് നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴാണ് ചില്ലി പൗഡർ ചേർക്കുന്നത്. ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. മാരിനേറ്റ് ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 ടീസ്പൂണിങ് ചേർത്ത് അങ്ങനെ ടോട്ടലി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കട്ട് ചെയ്തോ അല്ലെങ്കിൽ അരച്ചെടുത്തിട്ടോ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ കുക്ക് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കുമ്പോൾ ടൊമാറ്റോ നന്നായി കുക്കായി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കുക. എന്നിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വയ്ക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുമ്പോൾ ചിക്കനിൽ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഗ്രീൻ ചില്ലി നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുക. കൂടെ പെപ്പർ പൗഡർ ഒന്ന് തൂക്കി കൊടുത്ത് വീണ്ടും 2 മിനിറ്റ് മൂടി വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം മൂടി തുറക്കുമ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊറിയാണ്ടർ ലീവ്സ് ചെറുതായി കട്ട് ചെയ്തത് ഇതിന് മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക. തൃശ്ശൂർ സ്റ്റൈലിലുള്ള അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.